ജോസഫ് ചിറ്റലപ്പള്ളിയെ ആർക്കാണ് അറിയില്ലാത്തത്? റിയൽ ലൈഫ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയാൽ അത് എത്രത്തോളം നല്ലതായിരിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പ്രാക്ടിക്കൽ വിസ്ഡം എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ ആ സീരീസ് ഉള്ളത്. മാനേജ്മെൻറ്റ് ഈസ് കോമൺ സെൻസ് ആൻഡ് പ്രാക്ടിക്കൽ വിസ്ഡം എന്നാണ് അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരണം തന്നെ തന്നിരിക്കുന്നത്. അത് ഒരുപാട് സബ്ജക്ട്സിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് കാരിക്കേച്ചറൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ബുക്കാണ്. ഇന്ന് അതായിരുന്നു ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറയാമേ, ഒരു 52 ചാപ്റ്റർ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കരുത് തടിയും ബുക്ക് എങ്ങനെയാണ് വായിക്കുന്നതെന്ന്. അങ്ങനെയല്ല, അതെല്ലാം കൂടി വന്നിട്ട് റൈറ്റപ്പ് മാത്രം വന്നിട്ട് 113 പേജുകളിലേ ഉള്ളൂ. അത് ചെറിയൊരു ബുക്കാണ്, പക്ഷെ ഓരോ ചാപ്റ്ററും ഭയങ്കര രസകരമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. അതിൽ ഒരു ചാപ്റ്റർ ഞാൻ എപ്പോഴും നമ്മൾ ഇവിടെ പറയുന്നതിൻ്റെ മറ്റൊരു ചോദ്യം കൂടി ആയതുകൊണ്ടാണ് അതെൻ്റെ കണ്ണിൽ വല്ലാതെ ഉടക്കി നിൽക്കുന്നത്. അതായത് നമ്മൾ എപ്പോഴും ഇവിടെ ശുഭരാത്രിയിലാണെങ്കിലും മറ്റേത് മോട്ടിവേഷൻ ക്ലാസ്സിലാണെങ്കിലും നമ്മൾ കേൾക്കുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. നമുക്ക് സ്വയം ആത്മവിശ്വാസം ഉണ്ടാകുന്നതിൻ്റെ നമുക്ക് എത്രത്തോളം ആവശ്യമാണ്, എവിടെയാണല്ലോ, അതിപ്പോൾ ബിസിനസ് ആവാം, സ്വന്തം പേഴ്സണൽ ലൈഫ് ആവാം, എവിടെ വേണമെങ്കിലും ആകാം. അപ്പം ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ ചാപ്റ്റർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ഒരു പ്രസൻറ്റേഷനിൽ ഒരു പ്രതിനിധി എന്നോട് ചോദിച്ചു, നിങ്ങൾ എപ്പോഴും തന്നെ ഓരോ വ്യക്തിയുടെയും അവരുടെ സെൽഫ് കോൺഫിഡൻസ്, ഓരോ വ്യക്തിയുടെ പ്രാധാന്യവും അവരുടെ ആത്മവിശ്വാസവും വളരെ വിജയത്തിലേക്ക് ഏറ്റവും പ്രധാനമാണെന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ടീം വർക്ക് അഥവാ ഡെലിഗേഷൻ ഓഫ് പവർ, അതായത് നമ്മളൊരു ജോലിയുണ്ട് നമ്മൾ മാത്രം ചെയ്യുക, അങ്ങനെയല്ലാതെ ഓരോരുത്തരും ഡെലിഗേറ്റ് ചെയ്ത് മറ്റുള്ളവരെ കൂടെ ആ ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തി അത് വിപുലീകരിക്കുക, അതെങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. അപ്പം അദ്ദേഹം മറുപടി പറയുകയാണ്, ശരിയാണ്, ടീം വർക്കും മറ്റുള്ളവരിലേക്ക് അധികാര വികേന്ദ്രീകരണവും ഒക്കെ വളരെ ഒരാളുടെ ജീവിത വിജയത്തിന് ഏറ്റവും കൂടുതൽ പ്രധാനമായ കാര്യം തന്നെയാണ്. നിങ്ങൾ മറ്റുള്ളവരിൽ വിശ്വാസം ഉള്ളവനും ആയിരിക്കണം. മറ്റുള്ളവരിൽ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസം ഉണ്ടാവണം. നമ്മളുടെ മാനസിക നില തന്നെ വളരെ ആരോഗ്യകരമായി പോകുന്ന ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അത് സത്യമാണെന്ന് തോന്നിയിട്ടില്ലേ നിങ്ങൾക്ക്? നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു കഥയില്ലേ, ഇദ്ദേഹം ഇപ്പം ഇതിനകത്ത് മറ്റൊരു കഥയാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പക്ഷി ഒരു ഒടിയാറായ ചില്ലയിലിരിക്കുമ്പോൾ അവിടെ പോയ ഒരാൾ ചോദിച്ചു, ഹേ പക്ഷി, നീ എന്ത് കണ്ടിട്ടാണ് ആ ചില്ലയിലിരിക്കുന്നത്? അത് ഉണങ്ങിയ മരത്തിൻ്റെ ചില്ലയല്ലേ, എപ്പോൾ വേണമെങ്കിലും അത് ഒടിഞ്ഞു പോകാമല്ലോ എന്ന്. പക്ഷി പറഞ്ഞത് എന്താ, എനിക്ക് ആ മരത്തിൻ്റെ ഏകദേശം അറിയാം, പക്ഷെ ഉറപ്പില്ല, പക്ഷേ എൻ്റെ ചിറകുകളിൽ എനിക്ക് വിശ്വാസമുണ്ടെന്ന്. ആ ചിറകുകളിൽ വിശ്വാസം ഉണ്ടാകുക എന്നതാണല്ലേ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. മറ്റൊരു കഥ അടുത്തിടയ്ക്ക് ഞാൻ കേട്ടു. അത് ഈശ്വര വിശ്വാസത്തിലുള്ള പ്രത്യേകതയാണ്. ഒരാൾക്ക് യാതൊരു ഭയവും ഇല്ലാതെ രണ്ടുപേരും ടെൻഷൻ അടിച്ച് നടക്കുമ്പോൾ രണ്ടുപേരെയും ഒരു കാര്യമില്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ടിട്ടിരിക്കുമ്പോൾ ഒരാൾ സുഖമായിട്ട് ഉറങ്ങുന്നു, മറ്റേ ആൾ ഉറങ്ങാതിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ചോദിച്ചു, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഉറങ്ങിയത്? അപ്പോൾ പുള്ളി പറഞ്ഞു, ഈശ്വരൻ എനിക്ക് നല്ലത് ചെയ്യും, അതാണ് എൻ്റെ വിശ്വാസം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഉറങ്ങി. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, ഞാനും തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ലല്ലോ, എന്തുകൊണ്ടാണ്? അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ കിടന്നത് ഈ ജയിലിലെ ഇതിലല്ല, ഞാൻ ഈശ്വരൻ്റെ കരങ്ങളിലാണ് കിടന്നത്. അപ്പോൾ ഈശ്വരൻ എനിക്ക് വേണ്ടി അങ്ങനെ ഒരു അത്ഭുതം ചെയ്യുമെന്ന് ഉറപ്പായി ഞാൻ കിടന്നുറങ്ങി അദ്ദേഹത്തിനെ ഭാരമേൽപ്പിച്ചു. നിങ്ങൾക്കതങ്ങനെ ഭാരം ഏൽപ്പിക്കാൻ വയ്യായിരുന്നു, എന്നിട്ട് ഉറങ്ങിക്കൂടായിരുന്നു എന്ന്. അപ്പം നമ്മൾ അതിൽ നിന്ന് വ്യതിചലിക്കേണ്ട, അദ്ദേഹത്തിൻ്റെ തന്നെ ഇതിലേക്ക് പറയാം. അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറയുന്നതാണ്, വി ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ അസർട്ടീവ് പീപ്പിൾ ഫ്രം ദി ടോൺ ഓഫ് ദെയർ വോയിസ്, ജസ്റ്റേഴ്സ്. അതായത് അങ്ങനത്തെ ആത്മവിശ്വാസം ഉള്ള ഒരാളെ അവരുടെ വോയിസ്, അവരുടെ ശബ്ദം, അവരുടെ സംസാര രീതി, അതേസമയം ഇതൊന്നും ഇല്ലാത്തവരുടെ രീതിയും നമുക്ക് ഒറ്റ നോട്ടത്തിൽ അല്ല ഒറ്റ സംസാരത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതിന് അദ്ദേഹം ഉദാഹരണമായി പറയുന്നത് ഗലീലിയോയുടെ കേസാണ്. ഗലീലിയോ ആണ് ആദ്യമായിട്ട് സൂര്യൻ ചുറ്റും എർത്താണ്, ഭൂമിയാണ് സൂര്യനെ ചുറ്റുന്നതെന്ന് പറഞ്ഞത്. അതുവരെ തിരിച്ചായിരുന്നു എല്ലാവരുടെയും വിശ്വാസം, നമുക്ക് അറിയാവുന്ന കഥയാണ്. പക്ഷെ കാത്തലിക് ചർച്ച് ഇത് മിസ്ലീഡ് ചെയ്യുകയാണെന്നും പറഞ്ഞ് അദ്ദേഹത്തിനെ കുറ്റക്കാരനാക്കി വിധിച്ചു. ഇറ്റലിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചേർച്ചാണ്, ഒന്നും ചെയ്യാനില്ല. ദൈവം ഭൂമിയെ സൃഷ്ടിക്കുകയും അതിനുശേഷം സൂര്യനെ സൃഷ്ടിച്ച് ഇതിന് ചുറ്റും കറങ്ങുകയാണെന്നാണ് അന്നത്തെ ചർച്ച് വിശ്വസിച്ചിരുന്നത്.
അപ്പം അദ്ദേഹം പറയായിരുന്നു, ഇത്തരം ഫൂളിഷ് എലമെൻറ്റിനെ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം വരെ പണയം വയ്ക്കാനുള്ള ധൈര്യം കാണിച്ച ഗലീലിയോയിലാണ് ഞാൻ ഏറ്റവും പൂർണ്ണമായി ആത്മവിശ്വാസമുള്ള ഒരു മനുഷ്യനെ കണ്ടെത്തിയത്. അവനവനിൽ തന്നെ, അവനവൻ്റെ കണ്ടെത്തലിൽ തന്നെ വിശ്വസിക്കുന്ന ഒരാളെ. അപ്പോൾ അദ്ദേഹം തന്നെ അതിനകത്ത് പറയുന്നത്, ഐ ഹാവ് എ ക്യാപ്സ്യൂൾ ഫോർ യു. എല്ലാ രാവിലെയും വൈകുന്നേരവും ഈ ഒരു പീസ്ഫുൾ ശാന്തമായ അന്തരീക്ഷത്തിൽ കണ്ണുകളിലൂടെ നിങ്ങൾ അടച്ചിട്ട് ഇങ്ങനെ സ്വയം പറയുക, ഞാൻ എന്നെ തന്നെ, മറ്റുള്ള ആരെക്കാളും ഞാൻ എന്നെ വിശ്വസിക്കുന്നു. ഞാൻ മറ്റേതൊരു വ്യക്തിയെ പോലെയും എനിക്കും ശക്തിയും കഴിവുമുള്ളയാളാണ്. ഞാൻ എൻ്റെ ഗോളുകൾ അച്ചീവ് ചെയ്യാനായിട്ട് കഠിനാധ്വാനം ചെയ്യുക തന്നെ ചെയ്യും. ഇന്നലെ എനിക്കുണ്ടായിരുന്ന ആത്മവിശ്വാസത്തിനേക്കാൾ എനിക്ക് ഇന്ന് ആത്മവിശ്വാസമുണ്ട്. ഇത് നിങ്ങൾ ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ സ്വയം റിപ്പീറ്റ് ചെയ്യുകയും അതിനെ സ്വാംശീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവുക തന്നെ ചെയ്യും. കഠിനാധ്വാനം എന്ന വാക്ക് ശരിക്കും ഓർക്കണം കേട്ടോ. ഫൂളിഷ് ഐഡിയയുമായിട്ട് സ്വയം ഇരുന്ന് ഞാൻ കേമ എന്ന് പറയുന്നതിനെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. കഠിനാധ്വാനം ചെയ്യുക എന്നാൽ വെറുതെ ഹാർഡ് വർക്ക് ചെയ്യല്ല. നിങ്ങളൊരു കാര്യം ഉണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കുക, അപഗ്രഥിക്കുക, മുന്നോട്ട് പോകാൻ കുതിക്കുക, ഇതെല്ലാം അതിനകത്തുണ്ടാവും. നമുക്ക് ആ ബുക്ക് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. ചിറ്റപ്പള്ളി വളരെ സിമ്പിളായ ലാംഗ്വേജ് മനോഹരമായിട്ട് എഴുതിയിട്ടുള്ളൊരു ബുക്കാണ്. അപ്പോൾ നമ്മൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കുതിക്കാനായിട്ട് ഇപ്പോൾ പറഞ്ഞ ചെറിയ ക്യാപ്സ്യൂൾ ഉപകാരപ്പെട്ടല്ലോ. ശുഭരാത്രി.